ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയൊരു എംബ്രോയിഡറി ഡിസൈനാണ്. അപ്പം ഒരു ടോപ്പിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിൽ നമ്മൾ നെക്കിൻ്റെ പോർഷനാണ് ഇവിടെ വരുന്നത്. നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ റഫായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗിൾ ത്രെഡാണ്. അപ്പോൾ ഞാൻ റെഡ്, ഗ്രീൻ അങ്ങനെ കുറച്ച് കളേഴ്സാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് വോവൻ വീൽ സ്റ്റിച്ച് എന്നാണ്, സ്പൈഡർ വെബ് സ്റ്റിച്ച് എന്നും പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സൂചി കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സൂചി നമ്മൾ റിബൺ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ്. സാധാരണ നീഡിലായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ആംഗിൾ ത്രെഡ് കയറിയാൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ താഴേക്ക് സൂചി എടുക്കുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മാർക്കിംഗ് കൊടുക്കാം. ഒരു 5 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 2 3 4 5. ഓക്കെ, അപ്പോൾ ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ നമ്മളൊരു വീല് പോലെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. വീണ്ടും സെൻറ്ററിലോട്ട് നമ്മൾ കുത്തി കൊടുക്കുക. നമ്മൾ ഇതുപോലെ 5 എണ്ണമാണ് ചെയ്തത്. ഇനി നമ്മൾ വീണ്ടും സെൻറ്ററിൽ നിന്ന് എടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഒരെണ്ണത്തിന് താഴെ കൂടെ എടുക്കുക, എന്നിട്ട് മറ്റേതിന് മുകളിലൂടെ എടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും മറ്റേതിന് താഴെ കൂടെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ താഴെ കൂടെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അധികം ടൈറ്റ് ആക്കണം, ജസ്റ്റ് ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ വീണ്ടും മുകളിലൂടെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ താഴെ കൂടെ എടുക്കുക, മുകളിലൂടെ എടുക്കുക, താഴെ കൂടെ എടുക്കുക. നമ്മളിതിൽ കെട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ വീണ്ടും താഴെ കൂടെ എടുക്കുക, മുകളിലൂടെ എടുക്കുക. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേ മെത്തേഡിലാണ് നമ്മൾ മറ്റ് ഫ്ലവേഴ്സും ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ബുളിയൻ റോസ് ആണ്. അപ്പോൾ നമ്മൾ ബുളിയൻ റോസിന് ഓൾറെഡി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സെയിം മെത്തേഡിലാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ സൂചി എടുക്കുക. എന്നിട്ട് മറ്റൊരു പോയിന്റിൽ നിന്ന് ഇതുപോലെ കുത്തിയിട്ട് നമ്മൾ നേരത്തെ സൂചി എടുത്ത് അതേ പോയിന്റിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മൾ റാപ്പ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 8 പ്രാവശ്യം റാപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ സൂചി എടുക്കുക. ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല, ഒരുപാട് ടൈറ്റ് ആക്കി നമുക്ക് ഇതുപോലെ സൂചി എടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ റാപ്പ് ചെയ്യുന്നത് ഏകദേശം ഒരു 12 പ്രാവശ്യമാണ്.
നമ്മൾ 2 ബുളിയൻ റോസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. അടുത്തായിട്ട് നമ്മൾ ലീവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പോയിന്റ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ലീവ് സ്റ്റിച്ച് ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഏകദേശം സെയിം ആയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാണ്. അപ്പം നമ്മൾ ഈ സെയിം ലീവ്സ് തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. 2 ലീവ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കളർ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ഗ്രീൻ തന്നെ വീണ്ടും ഒന്നുകൂടി ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാർക്ക് ഗ്രീനിൻ്റെ അവിടെ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡും കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീനും റെഡും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് കുറച്ച് ഷെയ്ഡ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് കുറച്ച് തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അധികം ഗ്യാപ്പൊന്നും ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ലീവ്സ് നമ്മൾ അധികം ഗ്യാപ്പൊന്നും കൊടുക്കാതെ ഒരു തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ബോട്ട് നെക്കിനൊക്കെ ആണെങ്കിൽ കുർത്തിക്കൊക്കെ ആണെങ്കിൽ നെക്കിന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് ഗിവ് എ ട്രൈ, ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.